ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന തന്നെയായിരിക്കും. എന്നാലും ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തത്. അപ്പം വളരെ സിമ്പിളായ ഒരു മീൻകറിയും പിന്നെ കപ്പയുമാണ് കേട്ടോ. കപ്പ വേവിച്ചതുമാണ്. ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരാണ് പറയുന്നത്. ഞങ്ങൾ പൂളക്കിഴങ്ങെന്നാണ് ശരിക്കും പറയുക. ഞാനിപ്പോൾ കപ്പക്കിഴങ്ങെന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ കപ്പക്കിഴങ്ങാണ് കേട്ടോ എടുത്തത്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിനി നമ്മൾക്കിതിൻ്റെ തോലൊന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചാൽ മതി. പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനതാണ് ശീലിച്ചതും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പോൾ നമ്മൾക്ക് വേഗത്തിൽ വെന്ത് കിട്ടും. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള പീസസും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കഴുകി വെച്ചതാണ്. ഇനി ഇത് ഒരു മൺചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കഴുകി വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. പച്ചവെള്ളത്തിലേക്ക് കപ്പ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറി റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയോളം പാരമീനാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പൊതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ചെറിയ ഉള്ളി, അതുമാണ് കേട്ടോ എടുത്തത്. ഇനി നമ്മൾക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇടികളിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന മൺചട്ടിയിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂണോളം മതി കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ചേർത്തത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഏകദേശം 1 സ്പൂണോളം വേണ്ടി വരും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ, സാധാരണ മുളക് പൊടി. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പുളിയും ഉപ്പും പിന്നെ തക്കാളി ഉള്ളിയും ഒക്കെ ഒന്ന് ചേരുന്ന മാതിരി നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്കത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഏകദേശം ഇവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് എരിവൊക്കെ നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമ്മൾക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ കിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ അറിയാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് നമ്മൾക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് വെള്ളം വാർക്കാൻ വയ്ക്കാം. ഇത് മുഴുവൻ ഞാൻ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ
കറിവേപ്പില, കടുക്, വരമുളകൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാം. ആ സമയത്തിൽ നമ്മുടെ മീൻകറിയും ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ നന്നായിട്ട് തിളച്ചാൽ മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മീൻ കറിക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തുറന്ന് നോക്കിയിട്ട് മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പം മീൻ ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഉടനെ മൂടി വെക്കണം കേട്ടോ. ആ ഫ്ലേവർ ഒന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ ഒന്നുകൂടെ പറയാണ്, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള മീൻകറിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുന്നത് തന്നെയായിരിക്കും. അപ്പം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.